മഴ കനക്കുകയാണ്. തിരുവനന്തപുരത്തെ സാഹചര്യം എന്താണ്? ഏത് തരത്തിലാണ് അവിടെ മുന്നൊരുക്കങ്ങൾ? ഏതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടോ? എന്താണ് തിരുവനന്തപുരത്തെ നിലവിലെ സാഹചര്യം? തുളസി, വെരി ഗുഡ് മോർണിംഗ്. ഈ കാലവർഷം തകർത്ത് പെയ്യുകയാണ്. സംസ്ഥാനത്ത് വിവിധ ഭാഗങ്ങളിലായി കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ വലിയ നാശനഷ്ടങ്ങളൊക്കെയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. മാത്രമല്ല ഇന്നലെ 3 ജില്ലകളിലായിരുന്നു റെഡ് അലേർട്ട് ഉണ്ടായിരുന്നത്. ഇന്ന് ഒരു ജില്ലയിലും റെഡ് അലേർട്ട് ഇല്ല എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. വയനാട്, കണ്ണൂർ, മലപ്പുറം, കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള മറ്റ് 7 ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസം ഇന്ന് രാത്രി മഴയുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് രാവിലെ മുതൽ ഇപ്പോൾ മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഉച്ചയ്ക്ക് ശേഷം മഴ ശക്തമാകും എന്നൊരു മുന്നറിയിപ്പാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഈ മഴയ്ക്കൊപ്പം അതിശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് എന്നൊരു മുന്നറിയിപ്പും നൽകുന്നുണ്ട്. ഈ റഡാർ ഡേറ്റ പ്രകാരം പടിഞ്ഞാറൻ കാറ്റിന് കേരള തീരത്ത് മണിക്കൂറിൽ 75 കിലോമീറ്റർ വരെ വേഗതയുണ്ടാകും എന്നൊരു മുന്നറിയിപ്പാണ് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിശക്തമായ കാറ്റിൽ ജനം അതീവ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അടക്കം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതിശക്തമായ കാറ്റുള്ളപ്പോൾ മരത്തിന് കീഴിൽ നിൽക്കരുത് അടക്കമുള്ള നിർദ്ദേശങ്ങൾ പൊതുജനങ്ങൾക്കുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ തീരദേശങ്ങളിൽ പ്രത്യേക ജാഗ്രത പുലർത്തണം. കള്ളക്കടൽ പ്രതിഭാസത്തിനുള്ള സാധ്യതയുണ്ട്. ശക്തമായ തിരമാലയ്ക്കുമുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തീരദേശ നിവാസികൾ ജാഗ്രത പാലിക്കണം. മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണം. നിലവിൽ മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടില്ല എങ്കിലും കൃത്യമായ ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മറ്റൊന്ന് മലയോര മേഖലയിലേക്കുള്ള യാത്ര തൽക്കാലം നിയന്ത്രിക്കണമെന്ന ഒരു മുന്നറിയിപ്പ് കൂടി നൽകുന്നു. എന്തായാലും തിരുവനന്തപുരം ജില്ലയിൽ ഇപ്പോൾ മഴയ്ക്ക് നേരിയ ശമനമാണ് ഉള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ അതിശക്തമായ മഴയാണ് തിരുവനന്തപുരം ജില്ലയിൽ മാത്രം പെയ്തത്. പക്ഷേ എങ്കിലും വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ എവിടെയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതും ആശ്വാസകരമാണ്. എന്തായാലും വരുന്ന 3 മണിക്കൂറിലും പ്രവചിക്കുന്ന ഈ കാലാവസ്ഥാ വകുപ്പിൻ്റെ മഴ പ്രവചനത്തിൽ തിരുവനന്തപുരം, കൊല്ലം അടക്കമുള്ള സ്ഥലങ്ങളിൽ നിലവിൽ ഇപ്പോൾ മഴയ്ക്ക് സാധ്യതയില്ല എന്നാണ് പറയുന്നത്. പക്ഷേ എങ്കിലും ഉച്ച കഴിഞ്ഞ് അതിശക്തമായ മഴയ്ക്ക്, കാലവർഷ മഴയ്ക്ക് തന്നെ സാധ്യതയുണ്ട്. നിലവിൽ ഈ ബംഗാൾ കടലിൽ രൂപപ്പെട്ടിരിക്കുന്ന ഈ ഒരു ന്യൂനമർദ്ദവും അതുപോലെ തന്നെ ഈ കാലവർഷക്കാറ്റിൻ്റെ ശക്തി വർദ്ധിച്ചതുമാണ് ഇപ്പോൾ ഈ മഴയ്ക്ക് കാരണം എന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. വരും ദിവസങ്ങളിലും അടുത്ത 5 ദിവസങ്ങളിലും അതിശക്തമായ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നൊരു മുന്നറിയിപ്പുമാണ് ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പ് നൽകിയിരിക്കുന്നത്.